ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ദേഷ്യം പിടിക്കുന്ന, കലഹിക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉമ്മയും ഉപ്പയുമാണ് എങ്കിൽ പണ്ടൊരിക്കൽ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ച പോലെ ചോദിക്കും, എന്തിനാ ഡോക്ടറെ വേലിമ കിടക്കുന്ന പാമ്പിനെടുത്ത് തലയിലിടണേ എന്ന്. കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അവളെ എന്നോട് ചോദിക്കുക, എന്തിനാ ഡോക്ടറെ വേലിമ കിടക്കുന്ന പാമ്പിനെടുത്ത് തലയിലിടണേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഏതാണ് ആ പാമ്പ്? എൻ്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ജീവിതമാണ് ആ പാമ്പ്. എൻ്റെ ഉമ്മ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഉമ്മ അനുഭവിക്കുകയാണ് എന്ന്. എൻ്റെ ഉമ്മ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഉമ്മാന്റെ കുട്ടി ഉമ്മാനെ പോലെ ആവരുത് എന്ന്. പിന്നെ എന്തിനാ ഡോക്ടറെ ഇത്ര കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണത് എന്ന് മക്കള് ചോദിക്കുമ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കണം, വിവാഹം എന്ന് പറയുന്നത് അടിമത്വമല്ല. സ്ത്രീ ഭരിക്കപ്പെടുന്നവളോ പുരുഷൻ ഭരിക്കുന്നവനോ അല്ല. പരിശുദ്ധ ഇസ്ലാമിൽ ഭാര്യ ഭർത്താവ് അല്ല പ്രിയപ്പെട്ടവരെ, ഇണകളാണ്. സൗജ് എന്ന് പറയുന്ന മനോഹരമായ വാക്കാണ് പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത്. സൗജ് എന്ന് പറഞ്ഞാല് പ്രണയത്തിന്റെ സ്നേഹം ഒഴുകുന്നവർ എന്നാണ്. ഇണകളാണ്. ചവച്ചരയ്ക്കപ്പെട്ട ഉരുളയേക്കാളും അടുത്തിഴകുന്നവരാണ്. പരസ്പരം പങ്കുവെക്കുന്നവരാണ്. ഈക്വലാണ്. അവിടെയാണ് ഈക്വാലിറ്റി. യഥാർത്ഥ ഈക്വാലിറ്റി അവിടെയാണ്. അവൻ ഭരിക്കുന്നവനോ അവൾ ഭരിക്കപ്പെടുന്നവളോ അല്ല. അങ്ങനെയല്ല പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരുന്ന ദാമ്പത്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മരണാസന്നതയിൽ കടക്കുമ്പോൾ പോലും, മരണമാസന്നമായി കിടക്കുമ്പോൾ പോലും പ്രിയപ്പെട്ട ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലാണ് പ്രവാചകർ കിടക്കുന്നത്. ആ തലമുടി ഇങ്ങനെ മസാജ് ചെയ്തു കൊടുത്ത് അതിങ്ങനെ ചീകി കൊടുത്തുകൊണ്ട് തന്റെ മടിയിൽ കിടക്കുകയാണ് പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ചുട്ടു പൊള്ളുകയാണ് പനിച്ചൂടിൽ. ആ നിമിഷത്തിലും തന്റെ സഹോദരൻ വരുന്നുണ്ട്. സഹോദരന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. ആ മിസ്വാക്ക് വാങ്ങിക്കുകയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. കാരണം അവൾക്കറിയാം, നമ്മുടെ ഉമ്മയ്ക്കറിയാം, അവരുടെ പ്രിയപ്പെട്ടവന് ഹബീബിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് മിസ്വാക്ക്. അവരവരുടെ കൈ കൊണ്ട് അത് വാങ്ങിക്കുകയാണ്. തൻ്റെ വായിലിട്ട് തൻ്റെ പല്ലുകൾ കൊണ്ട് ചവച്ചരച്ച ആ മിസ്വാക്കിനെ മൃദുലപ്പെടുത്തുകയാണ്. മൃദുലമാക്കിയ ആ മിസ്വാക്ക് കൊണ്ട് ഹബീബ് കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ദന്തങ്ങൾ വൃത്തിയാക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നുണ്ട്, അവസാന നിമിഷത്തിൽ പോലും, മരിക്കുമ്പോൾ പോലും ഹബീബ് കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീർ എൻ്റെ ഉമിനീരുമായി കൂടി കലർത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്ന്. അതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം. അതാണ് സ്നേഹം. ഇത് വറ്റാനുള്ളതല്ല.